സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ അഭിഷക്തന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ ഇയ്യോബിൻ്റെ പുസ്തകം ആമേൻ. സ്തോത്രം. 11-ാമത്തെ അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ആമേൻ. 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അനുതാപത്തിൻ്റെ ആമേൻ സ്തോത്രം ആ ഒരു അനുഗ്രഹത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുതാപത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടതയുടെ നടുവിൽ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ഇയ്യോബിനെ നമുക്കറിയാം. സ്തോത്രം. വളരെ ആമേൻ ഭാരത്തോടെ ഇരിക്കുന്ന ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. BC 2000-ലും 1800-നകത്തും എഴുതപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, നിരവധി പ്രാവശ്യം നമ്മൾ കേട്ട് പോയ ആമേൻ ആ വേദാംശങ്ങളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വായിക്കുന്നു: അതോ, നീ കഷ്ടത മറക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ആമേൻ ഇയ്യോബിനോട് സംസാരിക്കുന്നത് പോലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. കഷ്ടത മറക്കുന്ന ഒരു പ്രഭാതം. പ്രൈസ് ദി ലോർഡ്. 2026 മാർച്ച് ആമേൻ 28-ാമത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു: കഷ്ടത നീ മനഃപൂർവ്വമായി മറക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് മുതൽ നീ കഷ്ടത മറന്ന് ആമേൻ. അത് നോക്കൂ, അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ആമേൻ. ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്കറിയാം, ഒരിക്കലും ഒഴുക്കിനെ ആമേൻ ആ ഒഴുക്കിൽ നിന്ന് നമുക്കൊരിക്കലും ഏത് വെള്ളമാണ് നമ്മൾ ചവിട്ടിയത് ആ വെള്ളത്തെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത് ഒഴുകിപ്പോവുക. അപ്പോൾ ഒഴുകിപ്പോകുന്ന വെള്ളം എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ആ ചവിട്ടുന്ന വെള്ളമല്ല നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. പുതിയ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അപ്പോൾ ആ ഒഴുക്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കാലിൽ ആ നനഞ്ഞ വെള്ളം പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അത് എവിടെയോ ഒഴുകി കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടുണ്ടാകും. ആ വെള്ളത്തെ പിന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ സ്വർഗം ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. എന്താ? നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ 65-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: മുൻപിലത്തെ കഷ്ടതകൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ ആമേൻ സത്യദൈവത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, എന്നിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്: ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുൻപിലെത്തത് ആമേൻ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയത് അല്ലെങ്കിൽ മുൻപിലുള്ള കഷ്ടത, മുൻപിൽ നമ്മെ വെല്ലുവിളിച്ച വ്യക്തികളെ പിന്നെ നമ്മൾ ഓർക്കത്തില്ല. ഒത്തിരി വെല്ലുവിളികൾ ആത്മീക ജീവിതത്തിൽ നമ്മൾ ആമേൻ സ്തോത്രം അനുഭവിച്ചവരാ.
ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വെല്ലുവിളികൾ നമ്മെ നല്ലവണ്ണം മനസ്സിലാക്കിയവരാ. ചിലർക്ക് നമ്മെ വേണ്ട കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ഒരു ഓർക്കത്തില്ല. സ്തോത്രം. ഈ വെള്ളം പോലെ പ്രത്യേകിച്ച് അഭിഷക്തന്മാരെ ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് നടത്തണം. അതിനുവരെ അവർ ചിലപ്പോൾ ഒരു വസ്തു വിൽക്കാൻ കിടക്കുക, ആ വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അവർ വിളിക്കും. അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അഭിഷക്തന് അവർ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ മേൽ കണ്ടെത്തി അദ്ദേഹത്തെ ഒഴിവാക്കും. സ്തോത്രം. ആമേൻ. ചിലരാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിവാഹം നടക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കും. ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുറേ കുറ്റങ്ങൾ പറഞ്ഞ അഭിഷക്തനെ അങ്ങ് ഒഴിവാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. അങ്ങനെ ഒത്തിരി വ്യക്തികൾ മനഃപൂർവ്വമായി ഒഴിവാക്കുന്നത് അതൊന്നും അല്ല കേട്ടോ ഈ വാക്യം. സ്തോത്രം. അങ്ങനെ ഒഴിവാക്കുന്നവരെയൊന്നും ദൈവം വിടത്തില്ല. ആമേൻ. ദൈവം അതിനെ കണക്കും പറഞ്ഞ് അതിൻ്റെ പലിശയും കൂടെ ഈ തലമുറയിൽ ദൈവം ചോദിച്ചിട്ടേ വിടത്തുള്ളൂ. സ്തോത്രം. ആമേൻ. ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആമേൻ കണ്ടുപിടിക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടൊരു ബന്ധവുമില്ലാതെ ഒരു ഒരു കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ അഭിഷക്തന്മാരെ ഒഴിവാക്കാറുണ്ട്. സ്തോത്രം. ദൈവപൈതലേ, വചനം പറയുന്നു, നീ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരെ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാണ്. തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ ദൈവത്തെക്കാൾ സ്നേഹിച്ച വ്യക്തിയാണ്. തൻ്റെ കന്നുകാലികളെ, ഹോശാല, തൻ്റെ മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് വൃക്ഷങ്ങൾ ഒക്കെ ഇയ്യോബ് നല്ല സ്നേഹിച്ചതാണ്. ആ സ്നേഹത്തെ എല്ലാം ദൈവം പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹമല്ല നീ ചെയ്യേണ്ടത്, നീ അതിനെയല്ല സ്നേഹിക്കേണ്ടേ. നിനക്ക് ആയുസ്സും ആരോഗ്യവും എന്നെ സ്നേഹിപ്പാൻ നീ തയ്യാറാകണം. ആദ്യം തൻ്റെ 10 മക്കളെ സ്തോത്രം തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കൊന്നു കളഞ്ഞു. നമ്മുടെ കർത്താവ് കൊലപാതകമാണോ നിങ്ങൾ ചോദിക്കും. അവർ തെറ്റ് കാണിച്ചു, തെറ്റിന് ശിക്ഷ ദൈവം നൽകി. അതാണ് ഇയ്യോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭാര്യ തനിക്കെതിരെ തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് ഭാര്യ തിരിഞ്ഞു. 2, 3 തൻ്റെ സ്നേഹിതന്മാർ തനിക്കെതിരെ തിരിഞ്ഞു. ദൈവപൈതലേ, തൻ്റെ ഹോശാലയിൽ കന്നുകാലിയെല്ലാം നശിച്ചുപോയി, മുന്തിരിത്തോട്ടങ്ങളെല്ലാം നശിച്ചുപോയി. യോബിന് പറയാൻ കഴിയുമെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആരെല്ലാം നമ്മെ വിട്ടുപോയാലും, ആരൊക്കെ നമ്മെ ഒഴിവാക്കിയാലും സ്തോത്രം. ചിലപ്പോൾ സഹിക്കാൻ കഴിയത്തില്ല ചിലരൊക്കെ ഒഴിവാക്കുമ്പോൾ. എങ്കിലും ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം നീ വചനത്തിലേക്ക് വാ. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാ, അതെ, പ്രൈസ് ദി ലോർഡ്, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. അപ്പോൾ നിന്റെ ആയുസ്സിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിക്കണം. ആമേൻ. ആ വാഴ്ത്തത്വങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഇതാ ഞാൻ പുതിയ ആകാശവും കണ്ടോ പുതിയ ഭൂമിയും. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, മുൻപിലത്തെ എല്ലാം എന്ത് ചെയ്യും? നീ മറക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപിൽ വെല്ലുവിളിച്ചവരെ നീ മറക്കും. നിന്റെ മുമ്പിൽ നിന്നെ മുഷ്ടി ചുരുട്ടിയവരെ നീ മറക്കും. നീ നന്മ ചെയ്തവരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാലും നീ അതെല്ലാം മറക്കും. കാരണം എല്ലാത്തിൻ്റെ ഉറവിടം സ്വർഗമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലില് ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദ്രവിച്ചവരെയും നമ്മെ മനഃപൂർവ്വം ഒഴിവാക്കിയവരെയും സ്തോത്രം, നമ്മെ കുറ്റപ്പെടുത്തിയവരെയും നമ്മെ അപമാനിച്ചവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും സർവോപരി ദൈവത്തെ ഒരിക്കലും കൈവിടരുത്. മനുഷ്യൻ മാറും. അവർ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവർ മാറിപ്പോകും. നമ്മൾ ട്രെയിനിൽ കയറുന്നു, നമ്മൾ ബസ്സിൽ കയറുന്നു, നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു, നമ്മൾ പല വാഹനങ്ങളിലും കയറി യാത്ര ചെയ്യുന്നു. അതൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നില്ലല്ലോ.
പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, അവിടെ വരെ പോകുന്നു, ഇറങ്ങുന്നു, അതിനെ അങ്ങ് വിടുന്നു. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും. അവർക്കൊരു ആവശ്യം കഴിയുമ്പോൾ, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുമ്പോൾ മനഃപൂർവ്വം നമ്മെ ഒഴിവാക്കും. ഭാരപ്പെടരുത്, പിടിച്ചു നിൽക്കി, കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചോ. ദൈവം നിന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവം. ആമേ, ഇന്ന് ചിരിക്കുന്നവർ നാളെ നിനക്ക് വിരോധമായി ആമേ പല്ല് കടിച്ചാലും നീ ഭാരപ്പെടേണ്ട. ദൈവഭക്തയെ നിന്നെ പിടിച്ച ഒരു കരമുണ്ട്. ആ കരത്തിലേക്ക് മുറുകെ പിടിച്ചോ. ഇന്ന് പകൽക്കാലം നീ സകലതും മറക്കുന്ന പകലായിരിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന പകലായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. നൽകിയ തിരുവെഴുത്തിനായി നന്ദി കർത്താവേ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്നിധി ഒരുമിച്ചായിരിക്കാൻ സ്വർഗം ഇടയാക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.